Welcome to my YouTube channel. Now, we will video self-instructional strategies. If you have effective productive way. Now, strategies programmed learning, programmed instruction, modular instruction, personalized system of instruction, CMI and CAI. Now, we will video programmed learning and programmed instruction. Now, what is programmed instruction? Programmed instruction is Edward L. Thorndike. But we will divide linear programming and branched programming. Linear programming is B.F. Skinner. Branched programming is Norman. Just branched programmed instruction. Now, we systematic arrange information and divide a concept systematic program instruction. Simple definition. Edgar Dale definition. Program instruction is a systematic step-by-step instructional programming. This is Edgar Dale programmed instruction. A systematic step-by-step instructional programming to convey a stated behavior. This is programmed instruction. We will general idea, subtopic and sub-ideas are divided. These sub-ideas are frames. Very systematic, meaningful segment of information are frames. So, we have one frame, two frame, three frame. So, we frames. One frame master another frame. So, linear frames arrange linear programming. This trunk, branches branched programming. Now, we have linear and branched principles. We have 5 principles. Principle of small step. Now, I have 5 principles. That's simple. Principle of small step is a generalized idea. Segments, meaningful segments, divide small steps. Meaningful, systematic segments of information divide segments of information generalized concept divide principle of small step principle of small steps. Principle of active responding. Frames instruction passive frames respond branch remedy active instruction active passive principle of active responding. In a principle of immediate feedback. Principle of immediate feedback. Principle of immediate confirmation and principle of immediate feedback and principle of immediate confirmation.
നമ്മൾ ഈ കൊടുക്കുന്ന ഫ്രെയിമിന്റെ ആ ഒരു ആൻസർ നമ്മൾ അപ്പോൾ തന്നെ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ അപ്പോൾ തന്നെ ഒരു ആൻസർ കിട്ടുന്നതിന്റെ എന്താ പറയുന്നത് ഒരു ഫീഡ്ബാക്ക്. ഇപ്പൊ ശരിയാണെങ്കിൽ ശരിയാണെന്ന്, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് കുട്ടിക്ക് അപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഇപ്പൊ നമ്മളെല്ലാവരും PSC എക്സാംസ് എഴുതുന്നവരാണ്. അപ്പം ഇന്ന് ഞാനൊരു PSC എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്കൊരു ആൻസർ, ഞാൻ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഞാൻ ഓർത്തു വെച്ചു, പുറത്തിറങ്ങിയോണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി അതിന്റെ ആൻസർ എന്താണെന്ന്. അപ്പം അതിന്റെ ആൻസർ തെറ്റാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക, ശരിയാണെന്ന് നമ്മൾ അവിടെ വിടും. തെറ്റാണെങ്കിൽ ആ ഒരു ചോദ്യം ഇനി ഏത് എക്സാമിനൊന്നും നമ്മൾ തെറ്റിക്കത്തില്ല. കാരണം നമ്മളത് ഓർത്ത് വെച്ചിരിക്കും. നമുക്കൊരു കാര്യം തെറ്റുപറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത, നമുക്കൊരു കാര്യം തെറ്റുപറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഒരിക്കലും തെറ്റത്തില്ല. ഒരു 90% ആൾക്കാർക്ക് പിന്നെ ആ ക്വസ്റ്റ്യൻ ഇനി എവിടെ കിട്ടിയാലും തെറ്റത്തില്ല. അപ്പൊ അത് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ കൺഫർമേഷനിൽ പറഞ്ഞു വെക്കുന്നത്. ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കുട്ടി കൊടുക്കുന്നു, ഒരു ഫ്രെയിം കൊടുക്കുന്നു, അതിന്റെ ആൻസർ ഇനി തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കുട്ടിക്ക് അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പം എന്താണത്? കുട്ടിക്ക് അതിന് ഒരിക്കലും മറക്കത്തില്ല. അത് എപ്പോഴും അത് കുട്ടിയുടെ മുമ്പോട്ടുള്ള ഏതെങ്കിലും സഹായിക്കും. അപ്പം ഇതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. നാലാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് പേസിംഗ്. പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് പേസിംഗ്. അപ്പൊ ഒരു വാക്ക് പറയുന്ന പോലെ കുട്ടിയാണ് ഈ ഒരു ഇൻസ്ട്രക്ഷന്റെ പേസ്, എത്രത്തോളം സ്പീഡിൽ അത് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ ഒരു പേസ് തീരുമാനിക്കുന്നത് കുട്ടിയാണ്. അതിന്റെ ഒരു സ്പീഡ് ഓഫ് ടെസ്റ്റ്, എത്രത്തോളം സ്പീഡിലാണ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര സമയം എടുത്തത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കുട്ടിയാണ്. അത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഒരു ടീച്ചറാകുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ ഇപ്പം ഒരു 18 മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ തീർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇത് കുറച്ചെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. അതെനിക്ക് ഇഷ്ടമാണ്. അപ്പം അതിനേക്കാളും അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സമയമെടുത്തൊരു കാര്യം പഠിക്കുമ്പോഴാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് പേസിംഗിൽ പറയുന്നത്. ഇനി അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റുഡന്റ് ടെസ്റ്റിംഗ്. പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റുഡന്റ് ടെസ്റ്റിംഗ്. അപ്പൊ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഫ്രെയിം കൊടുക്കുന്നു, അതിന്റെ റെസ്പോൺസ് കുട്ടികൾ തരുന്നു, അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ റെക്കോർഡ് നോക്കി കുട്ടിക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വെച്ച് വേണമെങ്കിൽ പ്രോഗ്രാം എൻ്റയർ പ്രോഗ്രാമിനെ റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ച് ലേണിങ്ങിന് സഹായിക്കുന്ന രീതിയിൽ പിന്നീട് ഉപയോഗിക്കാം. അപ്പൊ അത് തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റുഡന്റ് ടെസ്റ്റിംഗ്. അപ്പൊ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള 5 പ്രിൻസിപ്പിൾസ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. നമുക്ക് എപ്പോഴും ഫ്രെയിംസ് ഉണ്ട്, അതുകൊണ്ടാണിത് പ്രിൻസിപ്പിൾ ഓഫ് സ്മോൾ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ് റെസ്പോൺസ് കുട്ടി കൊടുക്കുന്നു. അപ്പം അതിനകത്ത് ഒരു സമയബന്ധിതമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് പേസിംഗ് ആണ്. മൂന്നാമതായിട്ട് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കുട്ടിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ കൺഫർമേഷൻ അവിടെ നടത്തുന്നുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റുഡന്റ് ടെസ്റ്റിംഗ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കാം. നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. ലീനിയർ പ്രോഗ്രാമിംഗ് കൊണ്ടുവന്നത് BF സ്കിന്നർ ആണ്. അതുകൊണ്ട് തന്നെ സ്കിന്നറിയൻ സ്റ്റൈൽ ഓഫ് ലേണിംഗ് എന്നും ഇതിന് പേരുണ്ട്. സ്കിന്നറിയൻ സ്റ്റൈൽ ഓഫ് ലേണിംഗ് എന്നും പേരുണ്ട്. മറ്റൊരു പേര് ലീനിയർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ പ്രോഗ്രാമിംഗ് എന്നാണ്. അപ്പം ഇനി എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗിൽ ചെയ്യുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് പ്രിൻസിപ്പിൾസ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇൻഡിവിജ്വൽ ആയിട്ട് ലീനിയർ പ്രോഗ്രാമിങ്ങോ ബ്രാഞ്ച് പ്രോഗ്രാമിങ്ങോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ച് തന്നെ എഴുതാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ ഇൻഫർമേഷനെ ബ്രേക്ക് ചെയ്ത് സിസ്റ്റമാറ്റിക് സെഗ്മെന്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അതാണ് ഫ്രെയിംസ്. അപ്പം നമ്മൾ ഒരു ലീനിയർ അറേഞ്ച്മെന്റ് ഫ്രെയിംസ് കുട്ടികൾക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ എന്താണ് കുട്ടികൾക്ക് സെൽഫ് പേസിംഗ് നമ്മൾ എനേബിൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ എല്ലാ പ്രിൻസിപ്പിൾസ് ഇതിൽ വരുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് ഓരോ ഫ്രെയിംസ് കൊടുക്കുന്നു. കുട്ടികൾ ഒന്നാമത്തെ ഫ്രെയിം മാസ്റ്റർ ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകുന്നു, അത് മാസ്റ്റർ ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ട്, എൻട്രിങ് ബിഹേവിയർ ഉണ്ട്, അത് അവസാനം ആകുമ്പോൾ മോഡിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. മോഡിഫിക്കേഷനും ബിഹേവിയർ തന്നെയാണ്. അപ്പം നമ്മൾ ഓരോ 3, 4, 5, 6 ഫ്രെയിംസ് നമ്മൾ കൊടുക്കുന്നു. ഓരോ ഫ്രെയിംസ് മാസ്റ്റർ ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകുന്നു. ഇതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ലീനിയർ പ്രോഗ്രാമിംഗിൽ വരുന്നത്. ഇൻഫർമേഷൻ അല്ലെങ്കിൽ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് അല്ലെങ്കിൽ
കൺസ്ട്രക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ലീനിയർ പ്രോഗ്രാമിങ്ങിന് കൺസ്ട്രക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ഡിഫറൻസ് ആയിട്ട് ഒരിക്കലും മൾട്ടിപ്പിൾ ചോയ്സ് എഴുതി വെക്കരുത്. ഇപ്പം നമുക്ക് എന്താണ് രണ്ടിലും നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഇനി എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾസ് ഒക്കെ തന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. സെൽഫ് ബേസ്ഡ് ആണ്, കുട്ടിക്ക് സമയം കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഒരു അറ്റ് എ ടൈം ഒരു സ്കില്ല് മാസ്റ്റർ ചെയ്തിട്ടാണ് അടുത്ത ഫ്രെയിമിലേക്ക് കുട്ടി പോകുന്നത്. ഇനി എന്താണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്? ഒരു ചെറിയ കൺസെപ്റ്റ് പഠിക്കാനായിട്ട് കുട്ടി ഒത്തിരി സമയം എടുക്കും. അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. പിന്നെ കുട്ടിക്ക് എന്താണ്, ഒത്തിരി അധികം ചോയ്സ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഒരു റിജിഡിറ്റിയാണ് അവിടെ സംഭവിക്കുന്നത്, ഒത്തിരി അധികം ചോയ്സ് കൊടുക്കുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ്. ഇനിയുണ്ടെന്ന് തോന്നുന്നു ഫ്രീഡം ഓഫ് ചോയ്സ്. പിന്നെ ഇപ്പൊ നമ്മളൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ആ ബ്ലാങ്ക് ഗസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഗസ്സിങ് അത്ര നല്ല ഒരു ലേണിംഗ് മെത്തേഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് കൂടുതലായിട്ടും ഗസ്സിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് നോക്കാം. അപ്പൊ രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ആണ്. നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗുമായിട്ടുള്ള വ്യത്യാസം പറഞ്ഞ് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പം ലീനിയർ പ്രോഗ്രാമിംഗ് കൊണ്ടുവന്ന സ്കിന്നർ ആണ് ഞാൻ പറഞ്ഞിരുന്നു. ഇത് കണ്ടുവന്നത് നോർമൻ ക്രൗഡർ ആണ്. അതുകൊണ്ട് തന്നെ ക്രൗഡേറിയൻ സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗ് എന്നൊരു പേര് കൂടെ ഇതിനുണ്ട്. ഇനി ഇതിന്റെ മറ്റ് ചില പേരുകളൂടെ പഠിച്ചു വെച്ചേക്കുക. പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് എന്നും, സ്റ്റിമുലൻസിന് ഇമ്പോർട്ടൻസ് ഉള്ള അപ്രോച്ച് എന്നും, കോൺഫിഗറേഷൻ തിയറി ഓഫ് ലേണിംഗ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. അല്ലെങ്കിൽ അതിനെയൊക്കെ ബന്ധപ്പെട്ടാണ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം കോൺഫിഗറേഷൻ തിയറി ഓഫ് ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ചും, സ്റ്റിമുലസിന് ഇമ്പോർട്ടൻസ് ഉള്ള ലേണിംഗ് എന്നൊക്കെ ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് പ്രധാനമായിട്ട് വ്യത്യാസങ്ങൾ പറഞ്ഞ് തന്നെ പഠിപ്പിക്കാം. അപ്പം നമ്മുടെ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ഫ്രെയിം സൈസ് വളരെ സ്മോൾ ആയിരുന്നു. പക്ഷെ ബ്രാഞ്ച്ഡിൽ നമ്മൾ ഈ ഫ്രെയിംസിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഐഡിയയുടെ കൂടെ റിലേറ്റഡ് ഐഡിയാസ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രെയിം സൈസ് ഇവിടെ സ്മോളും ബ്രാഞ്ച്ഡിന്റെ കേസിൽ ഫ്രെയിം സൈസ് ലാർജ് ആണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ ഡയറക്ഷനിലാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പോകുന്നത്. പക്ഷെ ബ്രാഞ്ചിൽ നമുക്കൊരു സെൻട്രൽ ട്രങ്ക് ഉണ്ട്. ഒരു ട്രീയെ കുറിച്ച് നോക്കുക, അതിന് ഇഷ്ടംപോലെ സ്റ്റെംസ് ഉണ്ട്, സ്റ്റെംസ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം ഇതാണ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്. അപ്പം ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കൺസ്ട്രക്റ്റീവ്, ഇതിൽ MCQ ആണ് പോകുന്നത്. പക്ഷെ ആ ഒരു ഡിഫറൻസ് പഠിക്കേണ്ട. അപ്പം നമ്മളിവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ് വരുന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്താണ്, അതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് അതിനകത്ത് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഒരു സെൻട്രൽ ഫ്രെയിം ഉണ്ട്, റെസ്പോൺസസ് ഉണ്ട്. അപ്പോൾ ഒരു ഐഡിയ ബേസ് ചെയ്തുള്ളൊരു ഫ്രെയിമും അതിന് 4 റെസ്പോൺസുകൾ. അപ്പം ഇതിനകത്ത് ചിലപ്പം ഏതെങ്കിലും ഒന്നായിരിക്കും കറക്റ്റ് ആൻസർ, ബാക്കിയെല്ലാം റെമഡിയൽ ഫ്രെയിംസ് ആണ്. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ അല്ല ഇതെങ്കിൽ അത് എന്തുകൊണ്ടല്ല, ഇനി ആ ഒരു ആൻസർ എന്തിന്റെ എക്സ്പ്ലനേഷൻ. അപ്പൊ അങ്ങനെയാണ് റെമഡിയൽ ഫ്രെയിം പോകുന്നത്. അപ്പൊ റെമഡിയൽ ഫ്രെയിമിൽ നമ്മൾ ഒരു പുതിയൊരു ഐഡിയ അഫ്രഷ് ആയിട്ട് കുട്ടികളിലേക്ക് പഠിപ്പിക്കുന്നു. ഒരു പുതിയൊരു ഐഡിയ പുതുതായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുന്നു, റെമഡിയൽ ഫ്രെയിം. ഇനി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് അടുത്ത ഫ്രെയിമിലേക്ക് പോകുന്നു. തെറ്റായിട്ടുള്ള ആൻസർ നമ്മൾ എന്താണ്, വീണ്ടും ബാക്കിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ബ്രാഞ്ച്ഡിൽ സംഭവിക്കുന്നത്. അതായത് ഒരു സെൻട്രൽ ഫ്രെയിം ഉണ്ട്, ഒന്നെങ്കിൽ കറക്റ്റ് റെസ്പോൺസ് ആണെങ്കിൽ നമ്മൾ അടുത്ത ഫ്രെയിമിലേക്ക് പോകും. നമ്മൾ തെറ്റായിട്ടുള്ള റെസ്പോൺസ് ആണ് ചൂസ് ചെയ്തതെങ്കിൽ അത് റെമഡിയൽ ഫ്രെയിം ആണ്. അഫ്രഷ് ആയിട്ട് പുതിയൊരു ഐഡിയ കുട്ടികളിലേക്ക് റെമഡിയൽ ഫ്രെയിം എത്തിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ഇപ്പം റെമഡിയൽ ഫ്രെയിം ഞാൻ പറഞ്ഞല്ലോ, റെസ്പോൺസ് കറക്റ്റ് അല്ലാത്തപ്പോൾ കുട്ടി എത്തിച്ചേരുന്നതാണ് റെമഡിയൽ ഫ്രെയിം. അപ്പം റെമഡിയൽ ഫ്രെയിം എപ്പോഴും ഒരു പുതിയൊരു ഐഡിയ ആണ് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. ഇനി നമുക്ക് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. ലീനിയർ പ്രോഗ്രാമിങ്ങും ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയാണ് ഫ്രെയിംസിന്റെ പോക്ക്. ഫസ്റ്റ് ഫ്രെയിം, സെക്കൻഡ് ഫ്രെയിം, തേർഡ് ഫ്രെയിം. ഇവിടെ എന്ന് പറയുന്നത്
ഒരു ഐഡിയ, പിന്നെ അതിൻ്റെ ടൈപ്പ്, പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ, പിന്നെ അതിന് ഇങ്ങനെ പോകുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫ്രെയിം, കറക്റ്റ് ഓപ്ഷൻ, തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ റെമഡിയൽ ഫ്രെയിം. അപ്പോൾ കുട്ടി റെമഡിയൽ ഫ്രെയിം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി എന്താണ്, ഒന്നെങ്കിൽ കുട്ടി തിരിച്ചു പോകും, അല്ലെങ്കിൽ കുട്ടി അടുത്തത് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ചൂസ് ചെയ്യും, പിന്നീട് അടുത്ത ഐഡിയയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഫ്രെയിമിലേക്ക് കുട്ടി പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് സ്മോൾ സൈസും ഒന്ന് ലാർജ് സൈസുമാണ്. രണ്ടാമതായിട്ട് കൺസ്ട്രക്റ്റീവ് ടൈപ്പ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ആ ഡിഫറൻസ് വലുതായിട്ട് പറയുന്നില്ല. രണ്ടിലും MCQ ടൈപ്സ് നമ്മൾ ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ എഴുതിയാൽ മതി കൺസ്ട്രക്റ്റീവും MCQ ടൈപ്പും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു ലീനിയർ ടെക്സ്റ്റ് ബുക്കിന്റെ മാതൃകയിലാണ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു സ്ക്രാമ്പിൾഡ് ടെക്സ്റ്റ് ബുക്ക്, അതായത് ഓർഡർ ഇല്ല, ബാക്കിലേക്ക് പോകുന്നു, വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുന്നു, പലവിധ ബ്രാഞ്ചസ് ഉണ്ട്, പല ഡയറക്ഷനിൽ പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ക്രാമ്പിൾഡ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണ് നമ്മൾ ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിങ്ങിനെ പറയുന്നത്. സ്ക്രാമ്പിൾഡ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിങ്ങിനെ നമ്മൾ പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ലീനിയർ പ്രോഗ്രാമിംഗ് കുറച്ചുകൂടെ സിമ്പിൾ ആണ്, ഒത്തിരി കോംപ്ലക്സ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ക്ലാസ്സിലും ഈ ഒരു മെത്തേഡ് എംപ്ലോയ് ചെയ്യാം, ലീനിയർ പ്രോഗ്രാമിംഗ് എംപ്ലോയ് ചെയ്യാം. പക്ഷെ ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ഒരു 6ാം ക്ലാസ് അല്ലെങ്കിൽ അതിന് ശേഷം കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ കോംപ്ലക്സിറ്റി ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു 6ാം ക്ലാസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്ക് അത് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ലീനിയർ പ്രോഗ്രാമിംഗ്, ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്. അപ്പം ഇനി ഞാൻ ചെയ്തൊരു ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് കാണിച്ചു തരാം. അപ്പം നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻ കുട്ടികൾ കൊടുക്കുന്നു. പിന്നെ ഫസ്റ്റ് ഫ്രെയിമാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിമിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഫിസിക്കൽ ചേഞ്ച്. ആദ്യമേ ഫിസിക്കൽ ചേഞ്ച് എന്താണ് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മൾ ഈ പറയുന്ന മെത്തേഡിന് കുറച്ച് വ്യത്യാസങ്ങൾ കാണും, നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആദ്യമേ ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഫിസിക്കൽ ചേഞ്ച്. അപ്പം കുട്ടികൾക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം കുട്ടി ആദ്യത്തെ ഓപ്ഷൻ എടുക്കുന്നു, അത് ഫാൾസ് ആണ്. അപ്പം എന്തുകൊണ്ടാണത് ആൻസർ അല്ലാത്തത്? ഇനി ആ കുട്ടി ചൂസ് ചെയ്ത ഓപ്ഷൻ എന്തുകൊണ്ടാണ് ഫിസിക്കൽ ചേഞ്ച് അല്ലാത്തത്, ആ ഒരു കാര്യം കൂടി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ റിഫ്രഷ് ആയിട്ട് പുതിയൊരു ഐഡിയ കുട്ടിയിലേക്ക് എത്തിക്കുന്നു. അപ്പം ഇത് കഴിഞ്ഞ് കുട്ടി എന്ത് ചെയ്യും, അടുത്തൊരു ഓപ്ഷൻ ചൂസ് ചെയ്യും. അപ്പം ഇങ്ങനെ കുട്ടി അവസാനം എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനിലേക്ക് എത്തുന്നു. അപ്പം വേണമെങ്കിൽ കുട്ടിക്ക് ഇത് തെറ്റിപ്പോകും, കുട്ടിക്ക് വേണമെങ്കിൽ ബാക്ക് പോയിട്ട് ഒന്നും കൂടെ അത് വൃത്തിയായിട്ട് വായിച്ച് നോക്കാം, വീണ്ടും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പം അതുവഴിയാണ് നമ്മൾ അവസാനം എന്തിലേക്ക് എത്തുന്നത്, കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിലേക്ക് കുട്ടി എത്തുന്നത്. അപ്പം ഇതാണ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്. പിന്നെ നമുക്ക് ഒരു ഇന്നോവേറ്റീവ് ലെസൺ പ്ലാൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്നോവേറ്റീവ് ഐഡിയാസിൽ നമുക്ക് അവസാനം വർക്കുകൾ വെക്കണം. അതിന് നമുക്ക് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കാം. നിങ്ങൾ ടീച്ചർ സംബന്ധിച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. CMI യും CA ഒക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ്.